പെന്തക്കൊസ്ത മഹോത്സവം കൊണ്ടാടാനായി പുത്തൻ പെന്തക്കൊസ്ത ജ്വാലയ്ക്കായി ധ്യാനാത്മകമായി ഒരുങ്ങുന്ന എൻ്റെ കൂട്ടുകാർക്ക് സ്നേഹപൂർവം സ്വാഗതം. പരിശുദ്ധ തൃത്വിക ദൈവത്തിലെ വിശ്വസിച്ച് മുന്നേറുന്ന നമുക്ക് ആത്മാവിൻ്റെ ജ്വാലയായി മുന്നേറാനായി ദൈവം ധ്യാനാത്മകമായി എന്ന് നൽകിയിരിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകത്തിലെ 41 അധ്യായത്തിലെ 38 വാക്യമാണ്. ഇപ്രകാരം വായിക്കുന്നു: ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? നമുക്ക് സാഹചര്യം അറിയാം. ഇസ്രായേലിൻ്റെ മകനായ ജോസഫ് ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ഈജിപ്തിലേക്ക് വരികയും ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ജോസഫിനെ, പഴയ നിയമത്തിലെ ജോസഫിനെ അവിടെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി, ഈജിപ്തിൻ്റെ അധിപനായി നിയോഗിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരനുഭവത്തിലേക്ക് ഫറവോ കടക്കുമ്പോൾ ഫറവോ തൻ്റെ സേവകന്മാരോട് പറയുന്ന വാക്കുകളാണ്: ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ വേറെ ആരെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. ഈ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ജോസഫിന്റെ പ്രത്യേകത തുടർന്നുള്ള വാക്യത്തിൽ ഫറവോ തന്നെ പറയുന്നത് ഇപ്രകാരമാണ്. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ 39 വാക്യമാണ്. ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. രാജാവ്, ഭരണാധികാരി പ്രഖ്യാപിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ വിവേകവും ബുദ്ധിശക്തിയും സവിശേഷമായി ലഭിക്കുന്ന ഒരു വലിയ അഭിഷേകത്തിൻ്റെ, കൃപയുടെ, ദൈവാത്മാവിൻ്റെ ശക്തി ജ്വലിക്കുന്നതിൻ്റെ അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലരും ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ ജ്വാലയാൽ നിറഞ്ഞെന്ന് പറയുമ്പോൾ പലപ്പോഴും വിവേകം നഷ്ടപ്പെട്ട് ബുദ്ധിശക്തി ലേശമില്ലാതെ ജീവിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എങ്കിൽ ഞാൻ വിവേകത്തോടെ എൻ്റെ അനുദിന ജീവിതം നയിക്കും. എൻ്റെ ജീവിത പങ്കാളിയുമായി, എൻ്റെ മക്കളുമായി, എൻ്റെ മാതാപിതാക്കളുമായി, ഒരു പുരോഹിതൻ എന്ന രീതിയിൽ, എൻ്റെ ഇടവക അംഗങ്ങളുമായി, ഒരു സന്യാസിനി എന്ന രീതിയിൽ എൻ്റെ ഇടയിൽ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന ഏതു വ്യക്തിയെയും ഞാൻ ബന്ധപ്പെടുമ്പോൾ അവരുടെ മുന്നിലൊക്കെ ഞാൻ വിവേകത്തോടെ ബുദ്ധിശക്തി ഉപയോഗിക്കുന്ന വ്യക്തിയായി മാറും. അവിടെ ഞാനെന്ന ഭാവം ഉണ്ടാകുന്നില്ല. ആത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു, ആത്മാവിൻ്റെ ജ്വാല എന്നിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നു. ജോസഫിന് ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചെന്ന് തിരിച്ചറിഞ്ഞത് ഫറവോയാണ്. എൻ്റെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നെന്ന് തിരിച്ചറിയുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ സഹോദരിമാരാണ്. ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തിരിച്ചറിയും. അതാണ് മഹത്വം. ഞാനല്ല പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉണ്ടെന്ന്. എൻ്റെ പ്രവൃത്തികളിലൂടെ എൻ്റെ വിവേകബുദ്ധി അനുഭവിക്കുന്നവർ വെളിപ്പെടുത്തും.
ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ നിറഞ്ഞവനാണെന്ന് നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവ് ജോസഫിൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ, കുടികൊണ്ടപ്പോൾ മറ്റൊരു വ്യക്തികൾക്കുമില്ലാത്ത സവിശേഷമായ മഹത്വം ജോസഫിന് ലഭിച്ചതുപോലെ, ജോസഫ് വിവേകവും ബുദ്ധിശക്തിയും ഉള്ള വ്യക്തിയാണെന്ന് മൂന്നാമതൊരാൾ പ്രഖ്യാപിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ, എന്നെപ്പോലെ മറ്റൊരാളും വിവേകമില്ലാത്ത വ്യക്തിയല്ലാതായി മാറട്ടെ. വിവേകത്തോടെ ബുദ്ധിശക്തിയോടു കൂടെ ആത്മാവിൻ്റെ ജ്വാലയാൽ നിറയാൻ, ജ്വലിക്കാൻ എനിക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ഇടവരുത്തട്ടെ. ആമേൻ. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിനെ വീശിടുക.